LDF. കാരണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങളും മറ്റു കാര്യങ്ങളും എല്ലാം നോക്കിക്കഴിഞ്ഞാൽ അവരാണ് ജയിക്കാൻ സാധ്യത കൂടുതൽ. രണ്ട് ഈക്വലാണെന്ന് തോന്നുന്നു. ഏകദേശം ഈക്വലായിരിക്കും. എനിക്ക് തോന്നുന്നു LDF കുറച്ച് മുൻതൂക്കമുണ്ട്. കാരണം അതിന് കുറച്ച് വികസന പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ അവരെ വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുമാണ് UDF. LDF സാധിക്കാം, അങ്ങനെയാണ് സാധ്യത. ഇവിടെ LDF, കാരണം LDF ആണ് നന്നായിട്ട് ഭരിച്ചിട്ടുണ്ടല്ലോ, മാറ്റം വേണ്ട, ഒരു ഭരണത്തിൽ സംതൃപ്തനാണ്. LDF തന്നെയാണ് ആഗ്രഹം, നല്ല ഭരണമാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. LDF ഉറപ്പല്ലേ, കാരണം അതിനനുസരിച്ചുള്ള കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്, കുറെ വികസനം നടത്തിയിട്ടില്ലേ, അപ്പൊ എന്തായാലും ജയിക്കും. രാഷ്ട്രീയമായിട്ട് എനിക്കൊന്നും അറിയില്ല. LDF പറ്റിയാണ് ആഗ്രഹം. നിലവിൽ വലിയ കുഴപ്പമില്ലാണ്ട് പോകേണ്ടി തോന്നുന്നത്, മറ്റാവശ്യമില്ലാന്ന് തോന്നുന്നത്. LDF കഴിഞ്ഞ 10 കൊല്ലത്തെ ഭരണം അതേപോലെ ആയിരുന്നു. അത് LDF ആണ്. മാറ്റം വേണ്ട, അത്യാവശ്യം നല്ല രീതിയിലുള്ള പുരോഗതി ഒക്കെ ഉണ്ടല്ലോ. LDF തീർച്ചയായിട്ടും ഇടതുപക്ഷം അധികാരത്തിൽ വരണമെന്നാണ് തോന്നലല്ല, വളരെ കടുത്ത ആത്മവിശ്വാസം. കാരണം ഇത്ര ജനക്ഷേമമായ പ്രവർത്തനങ്ങൾ നടത്തിയ ഒരു സർക്കാർ ഇതിനു മുമ്പുണ്ടായിട്ടില്ല എന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. LDF വിതൗട്ട് ഫെയിൽ. കാരണം അവരുടെ ഇൻ ടേംസ് ഓഫ് അച്ചീവ്മെന്റ്സ്, ഇൻ ടേംസ് ഓഫ് അവരുടെ ആക്ടിവിറ്റീസ്, ഐ ബിലീവ് സോ. ഭരണ തുടർച്ച, കാരണം നല്ല ഭരണമാണ്, നല്ല റോഡുകൾ, നല്ല ഹോസ്പിറ്റൽ സൗകര്യങ്ങൾ എല്ലാം കൊണ്ട് നോക്കുമ്പോൾ നല്ല ഭരണം. ഒരു ആവശ്യമില്ല മാറണ്ടേ. ഈ 10 വർഷത്തെ വികസനം എത്ര മനോഹരമായിട്ടുള്ള വികസനം ഇതുപോലെ ഇവിടെ ആരാണ് നടത്തിയിരിക്കുന്നത്? ശബരിമല എന്ത് ബാധിക്കാൻ? ശബരിമലയിൽ കട്ടവനും വാങ്ങിയവനും സോണിയാഗാന്ധിയുടെ വീട്ടിലാണ് ഒത്തുകൂടിയത്. അല്ലാതെ അത് മനസ്സിലാക്കിയ പിണറായിയുടെ കൂടെ കണ്ടില്ലല്ലോ. മാറിപ്പോയ കേരളം നശിക്കും. സതീശനെ പോലെ നുണേശൻ വരരുത്. നമ്മൾ LDF വയ്ക്കും. LDF മിക്കവാറും 99% LDF കിട്ടുള്ളൂ.